സിനിമ കണ്ടിട്ട് ഞാൻ വളരെയധികം നിരാശനാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ വളരെ സങ്കടമുണ്ട്. നല്ല സിനിമയാണ്, എല്ലാവരും കയറി ഈ സിനിമ കാണണം, ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരും ഗംഭീരം. പിന്നെ അങ്ങനെ ഓരോ ആളെടുത്ത് പറയേണ്ട എല്ലാ പുതിയ ആളുകൾ മുഴുവൻ നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോ നടക്കുന്ന സംശയം എന്നുള്ള സിനിമയിൽ അഭിനയിക്കുന്നത് ഇദ്ദേഹത്തിലൂടെ ഏറ്റവും നന്നായി മേക്ക് ചെയ്ത സിനിമ. എല്ലാവരും നന്നായി അഭിനയിച്ചു, അടിപൊളി. പിന്നെ ഒരു സംശയമില്ല, ഞാൻ ഒരു സെക്കൻഡ് പോലും നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ സമയമില്ല. എല്ലാ സമയത്തും വളരെ നന്നായി ഫീൽ ചെയ്യുന്നൊരു സിനിമ. വൈറ്റായിട്ട് പറയാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ സോറി, ഞാൻ ഇങ്ങനെ വരാറില്ല, അത് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനിങ്ങനെ ഇവിടെ ആകസ്മികമായിട്ട് വന്നു കേട്ടതാണ്. അപ്പോൾ സിനിമ എന്താ പറയുക, എനിക്ക് പേഴ്സണലി എനിക്കിത് എല്ലാവർക്കും പേഴ്സണലി ആ ഒരു നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമായിട്ട് തോന്നണം. നമ്മളെല്ലാവരും നമ്മൾ എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ എന്ന് നമ്മളെ തന്നെ നോക്കിച്ചിരിക്കുന്ന, അങ്ങനെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന അങ്ങനെ ഒരു സിനിമയാണ്. ഈ സെക്കൻഡ് ഹാഫ് വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. നമ്മൾ ഓരോ നിമിഷവും അതിനകത്ത് ഓരോ കഥാപാത്രങ്ങളും ഈ വേറൊരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെ ആയിരുന്നില്ല, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ ആലോചിക്കും, ഓരോ മനുഷ്യരും ആലോചിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ചിന്തിപ്പിക്കുന്ന എന്നാൽ അതുപോലെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, നമ്മളെ തന്നെ നമ്മൾ കളിയാക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു സിനിമയാണ്. പല അത് നന്നായി. എല്ലാ ആക്ടേഴ്സെല്ലാം നന്നായിട്ട് അഭിനയിച്ചു. ഞാൻ ആക്ടേഴ്സിനെ വെച്ചിട്ടല്ല പറയുന്നത്, സിനിമ ഒരു മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് ആണല്ലോ. ആക്ടേഴ്സ് എല്ലാവരും നന്നായിരുന്നു. എനിക്കങ്ങനെ ഒരു സിനിമയിൽ പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ഒരാളിങ്ങനെ അഭിനയിച്ചു അങ്ങനെയല്ല പറയാൻ തോന്നണേ. ആ സിനിമയിൽ പറയാൻ ശ്രമിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ബാക്കിയൊക്കെ ആലോചിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടു മൂവീസാണ്, എല്ലാവരും പോയി കാണും. ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണും. ഓക്കെ, താങ്ക് യു. ആ തിയേറ്ററിക്കൽ വേയിലൂടെയാണ് അവരത് പ്രസന്റ് ചെയ്യാൻ നോക്കിയത്. സോ ഹാപ്പി ഫോർ ദ കാസ്റ്റ് ആൻഡ് ദ ക്രൂ ആൻഡ് എന്തായാലും ഈ പ്രാവശ്യം ഈ പറഞ്ഞ 5-ാം തീയതി എന്ന് പറയുന്നത് നല്ലൊരു തുടക്കമാകും, ഉറപ്പിക്കാം. ഓബിയസ്ലി നല്ലൊരു വർഷം തന്നെയാണ്. ഗുഡ് ഫോർ ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മളെ ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയിലുള്ള പല ഫേസ് ആൾക്കാരുടെ പലതരം ആളുകളാണ് നമ്മുടെ ചുറ്റിനുള്ളത്. ഒരു വിഷയം വരുമ്പോൾ പല ആൾക്കാരും എടുക്കുന്ന പല സ്റ്റാൻഡ് ആയിരിക്കും, അതിന് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിൽ പല ആൾക്കാരും പല സ്റ്റാൻഡിലേക്ക് പല വള്ളത്തിൽ കാലയിടാനൊക്കെ നോക്കും. അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിനകത്തൂടെ പറയുന്നുണ്ട്. ആസ് എ വുമൻ ഇതിനകത്ത് ആ ഒരു പെൺകുട്ടി കടന്നു പോകുന്ന ഒരു ഇമോഷൻ ശരിക്കും അതെന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അത് പ്രൂവ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതിന് മറ്റുള്ളവരുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുന്ന അവസ്ഥയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് കൺവേ ചെയ്തിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുള്ളി ഉള്ള ഒരു ക്രാഫ്റ്റായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് IFFKയിലൊക്കെ അംഗീകാരം കിട്ടിയെന്നുള്ളതിന് ഒരു തെളിവ്. വളരെ നല്ലൊരു കോൺസെപ്റ്റാണ്. എല്ലാവരും മസ്റ്റ് വാച്ച് എന്ന് പറയണം. കാരണം ഇറ്റ്സ് എ വെരി എല്ലാവരും ആണ് പെൺ ഭേദമന്യേ കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ വളരെ ഇപ്പം എല്ലാവരുടെയും ഒരു കണ്ടിറങ്ങി എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കരമായിട്ട് വോണ്ട് ചെയ്യുന്ന സബ്ജക്റ്റ്. വെരി ഗുഡ് സബ്ജക്റ്റ്. ഓരോരുത്തരും ഓരോ കാസ്റ്റും കണ്ട ഗ്രേറ്റ് ജോബ്. നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് ഓരോ ക്യാരക്ടറും. ഈവൻ അത് ഫീമെയിൽ ലീഡ്, അത് എനിക്ക് ഫീമെയിൽ ലീഡ് ഷി വാസ് ജസ്റ്റ് ലീവിങ്, അത് ആ ജീവിക്കുമായിരുന്നു ആ ഒരു ക്യാരക്ടർ. കണ്ട ഗ്രേറ്റ് ജോബ്.